It's a great privilege for us to have the entire cast and crew, or most of the cast and crew of 2018. Indian cinematic landscape is celebrated for its dynamic storytelling and creative prowess of 2018. Everyone is a Hero, being the India's official selection to Oscar, talks about its impressive caliber. I'm taking the liberty to call all our eminent VIP guests onto the stage at the same go. I would like to now call upon none other than Sri Naren, where his talent and charisma promise to enhance our celebration. Join me with a big applause. Naren's way to Oscars. നമസ്കാരം. 2018 നമ്മൾ ഒരു എന്താ പറയുക, നേരത്തെ എല്ലാവരും സംസാരിച്ച പോലെ ഒരു വലിയ ടീമിൻ്റെ ഒരു വലിയ എഫേർട്ടാണ്, ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട്സ് ആയിരുന്നു നമ്മൾ തിയേറ്ററിൽ കണ്ടത്. ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു 2018 കണ്ടതിന് ശേഷം എല്ലാവർക്കും പറയാൻ പറ്റും ഇങ്ങനെ ഒരു സിനിമ വളരെ നന്നായി എന്നൊക്കെ. പക്ഷെ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു തിരക്കഥാരൂപത്തിൽ നിന്നുകൊണ്ട് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നിർമ്മാതാവ് വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചതും. അതിനുശേഷം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാനും സാറും കൂടി രാവിലെ ലോസ് ആഞ്ചലസിലെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് നമ്മളിങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞ പോലെ അവിടെ പോലും അത്രയും എഫേർട്ടും ക്യാഷും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്ക് മാത്രമാണ് ഒരു ഓസ്കാർ റേസ് എന്താണെന്ന് പോലും മനസ്സിലാവുള്ളൂ. അത്രയും കോമ്പറ്റീറ്റീവ് ഫീൽഡാണ് അവിടെ ഒരു ഓസ്കാർ റേസ്. നമ്മൾക്കൊന്നും എത്തിപ്പെടാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലാണ് മറ്റ് സിനിമകളൊക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സാർ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം കൊണ്ടൊന്ന് നമുക്ക് ഒരു ഓസ്കാർ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ മലയാള സിനിമ എവിടം വരെ വളർന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഈ 2018 എന്ന ചിത്രം വരെ എന്നാണ്. സാങ്കേതികപരമായിട്ടും ആശയപരമായിട്ടും നമ്മുടെ സിനിമ വളർന്നത് ഇതുവരെയാണ്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ആലോചിക്കുകയായിരുന്നു, ഞാൻ രണ്ട് വലിയ മനുഷ്യരുടെ ഇടയിലാണ് നിൽക്കുന്നത്. ഒന്ന് കർമ്മം കൊണ്ടും വ്യക്തിത്വത്തിലും ഒരു മഹാ വ്യക്തി, ഇവിടെ ഹൈറ്റ് കൊണ്ടൊരു 6 feet 8 is it? Anyways, 2018 നമുക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ലൈഫ് ലോങ് നമ്മുടെ മനസ്സിൽ നിൽക്കാവുന്ന ഒരു ഇമോഷണൽ ജേർണി ആയിരുന്നു ഇത്. ഇപ്പം നേരത്തെ ജൂഡ് പറഞ്ഞ പോലെ പടം കണ്ടതിന് ശേഷം എല്ലാവരും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വളരെ സന്തോഷം. പക്ഷേ ഇത് തുടങ്ങുന്ന ഒരു നിമിഷം, ഇപ്പോൾ സിനിമ OTTയിൽ വന്നതിന് ശേഷം തമിഴ്നാട്ടിലെ പല സംവിധായകരും എന്നെ വിളിച്ച്, പ്രോബ്ലി ഞാൻ ആ പടത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം, ഇവർ ചോദിച്ച ഒരേ ഒരു ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെ അദ്ദേഹം അത് കൺസീവ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് അത് തുടങ്ങിയത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വെയർ ആ തോട്ടിനാണ് ആക്ച്വലി ദ ഫസ്റ്റ് അപ്രീസിയേഷൻ. Dear friends, please. അത് തന്നെ, ഇത്രയും ഇമ്പാക്റ്റ് DNFT തരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഈ ഇമ്പാക്റ്റിൽ കൂടെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ആസ് കളർഫുൾ ആൻഡ് ആസ് പോപ്ഡ് ഔട്ട് ആവട്ടെ. That was our official launch of Tech Bank Movies London, DNFT, launching 2018. Everyone is a hero. Dear friends, this is a moment we are creating, and we hope to have more and more events as 2018 climbs the ladder towards Oscar. A complete cast and crew ഈ വേദിയിൽ ജോയിൻ ചെയ്യാം. വിൽ ഹാവ് എ ഫോട്ടോ സെഷൻ. പ്ലീസ് ആരെയും പേരെടുത്ത് വിളിക്കുന്നില്ല, ഇത് എൻ്റെ കൂടി സിനിമയാണ് എന്ന് തോന്നുന്ന എല്ലാവർക്കും വേദിയിലേക്ക് സ്വാഗതം.